ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഈ വർഷത്തെ ബ്രിക്സ് ഉച്ചകോടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയാണ്. അമേരിക്കയെ ദ്രോഹിക്കാനുണ്ടായ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നും അമേരിക്കൻ വിരുദ്ധ നയങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് യുഎസ് ഡോളറിന് പകരം പുതിയ കറൻസിയോ മറ്റോ ഉപയോഗിച്ചാൽ 100% തീരുവ ചുമത്തുമെന്നും ബ്രിക്സ് രാജ്യങ്ങൾക്ക് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചക്രവർത്തിമാരെ ആവശ്യമില്ലെന്ന് തിരിച്ചടിച്ച് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവ UN രക്ഷാസമിതിയുടെ അംഗീകാരമില്ലാത്ത ഉപരോധങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന ബ്രിക്സ് ഉച്ചകോടി തീരുമാനവും ട്രംപിനെ ചൊടിപ്പിച്ചു. ഇറാൻ ആക്രമണത്തെയും കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തെയും ഉച്ചകോടി അപലപിച്ചു. ട്രംപിന്റെ പകരത്തീരുവ ഭീഷണിക്കെതിരെ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിക്കുകയാണ് എന്ന തോന്നൽ ശക്തമാക്കിയാണ് ഉച്ചകോടി സമാപിച്ചത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ബ്രിക്സ് കൂട്ടായ്മയോടുള്ള ചതുർത്ഥി. തരം കിട്ടുമ്പോഴെല്ലാം കൂട്ടായ്മയെ പരിഹസിക്കാനും അവഗണിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കുറി ട്രംപിന്റെ പ്രതികരണം ഇത്തിരി കൂടിപ്പോയി. പതിവിൽ നിന്ന് വിപരീതമായി ബ്രിക്സ് രാജ്യങ്ങൾക്കു നേരെ ഭീഷണിയുടെ സ്വരമാണ് ട്രംപിൽ നിന്നും വന്നത്. അമേരിക്കയെ ദ്രോഹിക്കാനായി ജന്മമെടുത്ത കൂട്ടായ്മയാണ് ബ്രിക്സ് എന്നായിരുന്നു ട്രംപ് തന്റെ സമൂഹമാധ്യമമായ ദ ട്രൂത്തിൽ പറഞ്ഞത്. അമേരിക്കൻ വിരുദ്ധ നയങ്ങൾക്കൊപ്പം ചേരുന്ന ബ്രിക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏതു രാജ്യമായാലും ശരി 10% അധിക തീരുവ കൊടുക്കേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഡോളറിനെ ഒഴിവാക്കിയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടാക്കിയെടുക്കാനാണ് ബ്രിക്സ് രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നത്. അവർ അത്തരമൊരു കളിക്ക് ഒരുമ്പെട്ടിറങ്ങിയാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ എനിക്കുമറിയാമെന്ന് ട്രംപ് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. തീരുവക്കാര്യത്തിൽ ശ്രദ്ധിച്ചതിന് നന്ദിയെന്നും ബ്രിക്സ് ഉച്ചകോടിയെ ട്രംപ് പരിഹസിച്ചു. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങൾ ഏതെല്ലാമാണെന്ന് വ്യക്തമാക്കാതെയാണ് ട്രംപ് ഭീഷണി ഉയർത്തിയത്. ഇറാനെതിരെ യുഎസും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ വിമർശനമുയർന്നിരുന്നു. യുഎസിന്റെയും ഇസ്രായേലിന്റെയും പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം. ഏകപക്ഷീയമായ സാമ്പത്തിക ഉപരോധങ്ങളെയും തീരുവ നടപടികളെയും അപലപിച്ച ബ്രിക്സ് UN രക്ഷാസമിതിയുടെ അംഗീകാരമില്ലാത്ത ഉപരോധങ്ങളെ പിന്തുണയ്ക്കില്ലെന്ന് പറഞ്ഞതും ട്രംപിനെ ചൊടിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ആഗോള സമ്പദ്വ്യവസ്ഥയെ അട്ടിമറിക്കും വിധമുള്ള യുഎസിന്റെ തീരുവ പ്രഖ്യാപനത്തെ ബ്രിക്സ് കൂട്ടായ്മ സംയുക്ത പ്രസ്താവനയിലൂടെ അപലപിച്ചതിനു പിന്നാലെ നിർത്തിവെച്ച അധിക തീരുവകൾ വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി. ജപ്പാനും ദക്ഷിണ കൊറിയയും അടക്കമുള്ള 14 രാജ്യങ്ങൾക്ക് ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പകരത്തീരുവയും പ്രഖ്യാപിച്ചു. ട്രംപിന്റെ പകരത്തീരുവ ഭീഷണിക്കെതിരെ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിക്കുന്നു എന്ന തോന്നൽ ട്രംപിനെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണിക്കു പിന്നാലെ മറുപടിയുമായി ബ്രസീൽ പ്രസിഡന്റ് ലുല ഡസിൽവ രംഗത്തെത്തി. ലോകം മാറിയിരിക്കുന്നുവെന്നും നമുക്കൊരു ചക്രവർത്തിയുടെ ആവശ്യമില്ല എന്നുമായിരുന്നു ലുലയുടെ മറുപടി. സാമ്പത്തികമായ കാഴ്ചപ്പാടിൽ ലോകത്തെ സംഘടിപ്പിക്കാൻ മറുവഴി തേടുന്ന രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് തങ്ങളെന്നും അതാണ് ബ്രിക്സ് ചിലരെ അസ്വസ്ഥരാക്കുന്നതിനുള്ള കാരണമെന്നും ലുല വ്യക്തമാക്കി. ബ്രിക്സ് ഏറ്റുമുട്ടാനുള്ള വേദിയല്ലെന്നും അത് മൂന്നാമതൊരു രാഷ്ട്രത്തെയും ലക്ഷ്യമിടുന്നില്ല എന്നുമായിരുന്നു ചൈനയുടെ പ്രതികരണം. ഡോളറിന്റെ മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുല വ്യക്തമാക്കി. തൊട്ടുപിന്നാലെ ട്രംപ് ബ്രസീലിന് ചുമത്തിയ 10% തീരുവ കുത്തനെ കൂട്ടി 50%ആക്കി. ഓഗസ്റ്റ് 1 മുതൽ മാറ്റിയ നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നും സമൂഹമാധ്യമത്തിലൂടെ പ്രഖ്യാപിച്ചു. തന്റെ സുഹൃത്തും ബ്രസീൽ മുൻ പ്രസിഡന്റ് ബോൾസനാരോയ്ക്കെതിരെ ലുല തുടരുന്ന പ്രതികാര നടപടിക്ക് ട്രംപ് പ്രതികാരം തീർക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഭീഷണി വേണ്ടെന്നും സ്വന്തം കാര്യം നോക്കിയാൽ മതിയെന്നും ബ്രസീലിന്റെ പരമാധികാരത്തിൽ കടന്നുകയറരുതെന്നും ലുല ഡസിൽവ ട്രംപിന്റെ ഭീഷണിക്ക് മറുപടി നൽകി. ട്രംപിന്റെ അഭിപ്രായത്തിൽ ബ്രിക്സ് ഉണ്ടാക്കിയത് അമേരിക്കയെ ദ്രോഹിക്കാനാണ്. ആഗോള വ്യാപാരത്തിന്റെ അടിസ്ഥാന കറൻസി എന്ന സ്ഥാനത്തു നിന്നും അമേരിക്കൻ ഡോളറിനെ മാറ്റുകയാണ് ബ്രിക്സ് കൂട്ടായ്മയുടെ ലക്ഷ്യമെന്നും ട്രംപ് ആരോപിക്കുന്നു. US ഡോളറിന്റെ ആഗോള സ്ഥാനം നഷ്ടപ്പെടുന്നത് അമേരിക്ക ലോകയുദ്ധത്തിൽ പരാജയപ്പെടുന്നതിന് തുല്യമാണെന്നും ട്രംപ് പറയുന്നു. അതൊരിക്കലും സംഭവിക്കാൻ അനുവദിക്കില്ലെന്നും അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന്റെ മറുപടിയിൽ ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയെ ലോകശക്തിയായി വളർത്തിയത് ഡോളർ രാജ്യാന്തര സമൂഹം അംഗീകരിച്ചതിന് പിന്നാലെയാണ്. അതിനിടെയാണ് സ്വന്തം കറൻസി എന്ന ആവശ്യം കുറച്ചുകാലമായി ബ്രിക്സ് കൂട്ടായ്മ ആലോചിച്ചു തുടങ്ങിയത്. അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് US ഡോളറിന് പകരം പുതിയ കറൻസിയോ മറ്റോ ഉപയോഗിച്ചാൽ 100% തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി.